Hello friends, welcome to TechTronics Malayalam. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പവർ ബാങ്ക് ആണ്. സോ നേരെ വീഡിയോയിലേക്ക് പോകാം. LM7805 എന്ന ട്രാൻസിസ്റ്റർ ആണ് ഇത്. ഇത് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനു വേണ്ടി ഒരു ഹീറ്റ് സിങ്കും കൂടെ വേണം. പിന്നെ USB ഫീമെയിൽ പോർട്ടും കൂടെ വേണം. പിന്നെ ഒരു അഡാപ്റ്ററും പവർ കൊടുക്കാൻ വേണ്ടി ബാറ്ററിയും. ഇതിൻ്റെ കവറിന് വേണ്ടി ഞാൻ 2 ബോട്ടിൽ ക്യാപ്സാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ബിൽഡ് ചെയ്താലോ? ആദ്യം തന്നെ ട്രാൻസിസ്റ്റർ നമ്മൾ ഹീറ്റ് സിങ്ക് ഒന്ന് അറ്റാച്ച് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കൂടുതൽ നേരം നമ്മൾ ഈ പവർ ബാങ്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കുറയും. സോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോണിൽ ചാർജ് കയറുന്നതിൻ്റെ സ്പീഡ് കുറയും. അങ്ങനെ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഹീറ്റ് സിങ്ക് എടുത്ത് ഒരു പഴയ അഡാപ്റ്ററിൽ നിന്നാണ്. ആൻഡ് നിങ്ങളുടെ വീട്ടിൽ കേടായ ട്യൂബ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്നും ഈ ഹീറ്റ് സിങ്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. സോ നമുക്ക് ബിൽഡ് അങ്ങ് തുടങ്ങിയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സർക്യൂട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, അങ്ങനെ നമ്മുടെ പവർ ബാങ്ക് ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇതിന് ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് 1 ആംപിയറാണ്. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബാറ്ററിയും കൂടെ ഇതിൻ്റെ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് നെഗറ്റീവും ഒരുമിച്ചും പോസിറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിൽ നിന്നാകുമ്പോൾ നമുക്ക് വോൾട്ടേജ് കൂടാതെ ആംപിയർ കൂട്ടാൻ സാധിക്കുന്നതാണ്. സോ നമ്മുടെ സർക്യൂട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാനുണ്ട്. എൻ്റെ കയ്യിൽ വേറെ അഡാപ്റ്റർ ഇല്ല. സോ ഇതിനു വേണ്ടി ഞാൻ പഴയ ബാറ്ററിയിൽ നിന്ന് അതിൻ്റെ ഹെഡ് അങ്ങ് ഊരിയെടുക്കുകയാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഹെഡ് ഊരി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും കണ്ടുപിടിക്കണം. ഇതിനകത്ത് നീളമുള്ള ഈ ഭാഗമാണ് നെഗറ്റീവ് സൈഡ്. അങ്ങനെ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഈ സർക്യൂട്ട് ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അകത്ത് വെക്കാം. ഇവിടെ ഞാൻ സോൾഡറിംഗ് അയൺ വെച്ചാണ് ക്യാപ്പ് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സൂപ്പർ ഗ്ലൂ വെച്ചും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി നമ്മുടെ പവർ ബാങ്ക് സെറ്റായിരിക്കുകയാണ്. ഇതിന് നമുക്ക് കവറിംഗ് ആയിട്ട് ഒരു സ്റ്റിക്കർ ലെയറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ പവർ ബാങ്ക് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ടെസ്റ്റും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. യെസ് ഗായ്സ്, ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പവർ ബാങ്കിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. Until then, this is TechTronics Malayalam signing off.